എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾക്കും +1 സുവോളജി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? നാം RH ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ച്, RH ഇൻകമ്പാറ്റബിലിറ്റിയെ കുറിച്ച്, എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിനെ കുറിച്ചും അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം, ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് ക്ലോസ് സർക്കുലേറ്ററി സിസ്റ്റം, വിവിധ വെർട്ടിബ്രേറ്റുകളിൽ കാണപ്പെടുന്ന ഹൃദയങ്ങളുടെ ഘടനയെക്കുറിച്ചും പഠിച്ചു. ടുഡേ വിൽ ബി സ്റ്റഡിങ് അബൌട്ട് ദ സർക്കുലേറ്ററി സിസ്റ്റം ഓഫ് ഹ്യൂമൻ ബീയിങ്സ് ആസ് വെൽ as ഓട്ടോമാറ്റിക് rhythmicity ഓഫ് ഹ്യൂമൻ ഹാർട്ട്. മനുഷ്യരിലെ രക്തചംക്രമണ വ്യവസ്ഥയെക്കുറിച്ചും അതോടൊപ്പം തന്നെ അതിൻ്റെ താളാത്മകമായ ചലനം നിയന്ത്രിക്കുന്നത് എപ്രകാരമെന്നും ഇന്ന് നാം പഠിക്കുവാനായി പോകുന്നു. So let's start with human circulatory system. Human circulatory system consists of a muscular heart along with a branched network of blood vessels. മനുഷ്യനിലെ രക്തചംക്രമണ വ്യവസ്ഥയിൽ ഹൃദയവും അതിനോടനുബന്ധിച്ച് കാണുന്ന രക്തക്കുഴലുകളുമാണ് ഉള്ളത്. Let's watch a video showing the structure of human heart. ഹൃദയത്തിൻ്റെ ഘടന വ്യക്തമാക്കുന്ന ഒരു വീഡിയോ നമുക്ക് കാണാം. Please watch this video. Human heart is situated in the thorax between the lungs. The heart is enclosed in a double-walled membranous sac called pericardium. Human heart has 4 chambers, 2 auricles and 2 ventricles. Deoxygenated blood is collected from upper and lower parts of the body by superior and inferior vena cava, and they open into the right auricle. The right and left auricles are totally separated from each other by the interauricular septum. The left auricle receives oxygenated blood returned from the lungs by pulmonary veins. Right auricle opens into the right ventricle by an opening called right auriculoventricular aperture. This aperture is guarded by a tricuspid valve. The left auricle opens into the left ventricle by the left auriculoventricular aperture. This aperture is guarded by a bicuspid valve or mitral valve. From the right ventricle, a large pulmonary artery arises and it carries deoxygenated blood to the lungs. Semilunar valves guard the openings of both aorta and pulmonary artery in the ventricles. നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ അല്ലേ? ഹൃദയത്തിന്റെ ഘടനയെ വ്യക്തമാക്കുന്ന വീഡിയോ ആണ് നാം കണ്ടത്. ഹാർട്ട് ഇസ് എ മസ്കുലാർ ചേംബേർഡ് സ്ട്രക്ചർ. പേശി നിർമ്മിതവും അറകളുള്ളതുമായതാണ് മനുഷ്യന്റെ ഹൃദയം. ഈ ഹാർട്ട് ഒന്ന് നോക്കിക്കേ, അതിന് എത്ര ചേംബേഴ്സ് ആണുള്ളത്? അതെ, അതിന് 4 ചേംബേഴ്സ് ആണുള്ളത്. മുകളിൽ 2 അറകളും താഴെ 2 അറകളും. The heart has got 4 chambers, 2 upper chambers and 2 lower chambers. What do you call the upper chambers? It is referred to as the atria or auricle. മുകളിലത്തെ അറകളെ വിളിക്കുന്ന പേരാണ് ഓറിക്കിൾ അഥവാ ഏട്രിയ. ആൻഡ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ ലോവർ ചേംബർ? ലോവർ ചേംബറിന്റെ പേരാണ് വെൻട്രിക്കിൾ. ദ ലോവർ ചേംബേഴ്സ് ഓഫ് ദ ഹാർട്ട് ആർ ദ വെൻട്രിക്കിൾസ്. ഹാർട്ട് ഈസ് മീസോഡെർമൽ ഇൻ ഒറിജിൻ. മീസോഡെർമിൽ നിന്ന് ഉണ്ടായതാണ് ഹാർട്ട്. ഹാർട്ട് consists of a peculiar type of tissue called the cardiac tissue. ഹൃദയം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഹൃദയപേശി കൊണ്ടാണ്. ഹാർട്ട് is made up of cardiac tissue. Where is it located? Heart is located in the thoracic cavity in between the lungs. ശ്വാസകോശത്തിന് ഇടയിലായി thoracic cavityയിലാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത്. The heart is slightly tilted to the left. ഇടതുവശത്തേക്ക് ഒരു ചെറിയ ചരിവ് ഹൃദയത്തിനുണ്ട്. And it has got the size of a clenched fist.
ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ സൈസാണ് ഹൃദയത്തിന് ഉള്ളത്. ഹൃദയത്തിന് ഒരു ചെറിയ ചരിവുണ്ട്. ഹൃദയത്തിന്റെ സൈസ് എന്ന് പറയുന്നത് നമ്മുടെ ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുടെ സൈസാണ്. The heart is enclosed in a double-walled membrane. The membrane is called pericardium. ഹൃദയം ഒരു ഡബിൾ വാൾഡ് മെംബ്രെയിൻ്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ആ മെംബ്രെയിൻ്റെ പേരാണ് പെരികാർഡിയം. In between the two membranes there is a space. This space is called the pericardial cavity. രണ്ട് മെംബ്രെയിൻ്റെയും ഇടയിലായി ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിൻ്റെ പേരാണ് പെരികാർഡിയൽ ക്യാവിറ്റി. This pericardial cavity is filled with a fluid called the pericardial fluid. ഈ പെരികാർഡിയൽ ക്യാവിറ്റിയിൽ ഒരു ദ്രാവകമുണ്ട്. ആ ദ്രാവകമാണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് പെരികാർഡിയൽ ഫ്ലൂയിഡ്? ഈ പെരികാർഡിയൽ ഫ്ലൂയിഡിൻ്റെ ധർമ്മം എന്താണ്? പെരികാർഡിയൽ ഫ്ലൂയിഡ് will protect the heart from mechanical injuries, shock and friction between the heart walls and surrounding tissues. Pericardial fluid helps to protect the heart from mechanical injuries, shock and friction between the heart wall and the surrounding tissue. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയത്തിന് 4 അറകളാണുള്ളത്. മുകളിലത്തെ അറകളെ ഓറിക്കിൾ എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ അതിനെ ഏട്രിയം എന്ന് വിളിക്കുന്നു. താഴത്തെ അറകളുടെ പേരാണ് വെൻട്രിക്കിൾസ്. മുകളിലത്തെ അറകളായ ഓറിക്കിളിനെ താഴത്തെ അറകളായ വെൻട്രിക്കിളിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്നത് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം ആണ്. The upper chamber or the auricle or atria are separated from the ventricle by a septum called the atrioventricular septum or auriculoventricular septum. Where do you find the atrioventricular septum? The atrioventricular septum is seen between the atria and the ventricle. ഏട്രിയത്തിൻ്റെയും വെൻട്രിക്കിളിൻ്റെയും ഇടയിലായി കാണപ്പെടുന്ന ഒരു ഭിത്തിയാണ് ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റം. The surface of the heart has got several grooves which contain coronary artery. ഹൃദയത്തിൻ്റെ പ്രതലത്തിൽ ധാരാളം ഗ്രൂവ്സ് ഉണ്ട്. ഈ ഗ്രൂവ്സിനുള്ളിലാണ് കൊറോണറി ആർട്ടറി കാണപ്പെടുന്നത്. What is the function of coronary artery? The function is to supply blood to the heart. ഹൃദയത്തിലേക്ക് രക്തം സപ്ലൈ ചെയ്യുന്ന ആർട്ടറീസ് ആണ് കൊറോണറി ആർട്ടറീസ്. The surface of the heart has got several grooves which contain the coronary arteries. The coronary arteries will supply blood to the heart. As you all know, atria are the upper chambers. These atria are small compared to ventricles. And if you compare the walls of atria with the ventricles, you find that ventricular walls are thicker compared to the atria. വെൻട്രിക്കിൾസിൻ്റെ ഭിത്തി ഏട്രിയയുടെ ഭിത്തിയേക്കാൾ ഘനം കൂടിയതാണ്. What is the reason for this? It is to withstand the pressure of blood. രക്തം പമ്പ് ചെയ്യപ്പെടുമ്പോൾ രക്തം എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റേഷനാണ് വെൻട്രിക്കിൾസിൻ്റെ കട്ടി കൂടിയ ഭിത്തി. Right atria is separated from the left atria by a partition called the interatrial septum. രണ്ട് ഏട്രിയത്തിൻ്റെ ഇടയിലായി കാണപ്പെടുന്ന ഭിത്തിയാണ് interatrial septum. The right ventricle is separated from the left ventricle
by the interventricular septum. Right ventricle ne left ventricle il ninnu separate cheyunna ഭിത്തിയാണ് interventricular septum. The atria and the ventricle of the same side are separated by a partition called the atrioventricular septum. Left atria receives oxygenated blood from the lungs through the pulmonary veins. The pulmonary veins carry oxygenated blood from the lungs to the left atria. From the right ventricle arises the pulmonary artery, which will carry deoxygenated blood to the lungs for purification. From the right ventricle arises the pulmonary artery, which will carry deoxygenated blood from the heart to the lungs for purification. Right ventricle il ninnu arise ചെയ്യുന്ന pulmonary artery ആണ് ഹൃദയത്തിൽ നിന്ന് അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് ശുദ്ധീകരണത്തിനു വേണ്ടി കൊണ്ടുപോകുന്നത്. Opening between the right atrium and the right ventricle is guarded by a valve which has got 3 cusps or flaps. This valve is referred to as the tricuspid valve. വലത്തെ ഏട്രിയത്തിന്റെയും വലത്തെ വെൻട്രിക്കിളിന്റെയും ഇടയിലായി കാണപ്പെടുന്ന വാൽവാണ് tricuspid valve. The opening of the left atrium into the left ventricle is guarded by another valve which has got 2 flaps or 2 cusps. This valve is referred to as the bicuspid valve or mitral valve. Left atriumത്തിന്റെയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഇടയിലായുള്ള ഓപ്പണിങ്ങിനെ ഗാർഡ് ചെയ്യുന്ന വാൽവാണ് bicuspid valve. It is referred to as bicuspid valve as it has got 2 cusps or flaps. It is also referred to as the mitral valve. എന്തുകൊണ്ടാണ് അതിനെ mitral valve എന്ന് വിളിക്കുന്നത്? It is referred to as the mitral valve as it resembles the mitre of a bishop. ബിഷപ്പിന്റെ തലപ്പാവ് പോലെ ഇരിക്കുന്ന വാൽവ് ആയതുകൊണ്ടാണ് അതിനെ mitral valve എന്ന് വിളിക്കുന്നത്. The opening of the left ventricle into the aorta and right ventricle into the pulmonary artery is guarded by semi-lunar valves. The opening of the left ventricle into the aorta and right ventricle into the pulmonary artery is guarded by semi-lunar valves. ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടയിലേക്ക് തുറക്കുന്ന ഭാഗത്തും റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറിയിലേക്ക് തുറക്കുന്ന ഭാഗത്തും കാണപ്പെടുന്ന വാൽവുകളാണ് സെമി ലൂണാർ വാൽവ്. They have got half moon shaped cusp, hence the name semi-lunar valve. All these valves help in preventing the backward flow of blood. രക്തക്കുഴലുകളിൽ നിന്ന് തിരിച്ചൊഴുകാതെ പ്രിവെന്റ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ഈ വാൽവുകളാണ്. The muscular wall of each ventricle has got small projections referred to as the papillary muscles. Muscular walls of each ventricle has got certain specialized projections called the papillary muscles. ഈ papillary muscles atrioventricular valveലാണ് അറ്റാച്ച് ചെയ്യപ്പെട്ടിരിക്കുന്നത്.
these papillary muscles get attached to the atrioventricular valves. Which are the atrioventricular valves? They are the tricuspid valve and the bicuspid valve. ഏതൊക്കെയാണ് atrioventricular valves, bicuspid valve, tricuspid valve? These muscles prevent the valves from being pushed into the atria during their closure. ഈ വാൽവുകൾ അടയുന്ന സമയത്ത് അവ ഏട്രിയത്തിനുള്ളിലേക്ക് കയറിപ്പോകാതെ സംരക്ഷിക്കുന്നത് ഈ പാപ്പിലറി മസിൽസ് ആണ്. എപ്പോഴും നിങ്ങൾ മനസ്സിൽ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ വലത്തെ പകുതിയിൽ എപ്പോഴും അശുദ്ധരക്തവും ഇടത്തെ പകുതിയിൽ എപ്പോഴും ശുദ്ധരക്തവുമാണ് കാണപ്പെടുക. The right side of our heart always carry impure blood or deoxygenated blood, whereas the left side of our heart always carry oxygenated blood or pure blood. Now we are going to learn about the automatic rhythmicity of human heart. നമ്മുടെ ഹൃദയത്തിന്റെ താളാത്മകമായ ചലനത്തെക്കുറിച്ചാണ് പഠിക്കുവാനായി പോകുന്നത്. ഓട്ടോമാറ്റിക് rhythmicity of human heart. Heart has the ability to contract automatically and rhythmically. This ability of the heart to contract spontaneously, automatically and rhythmically is referred to as autorhythmicity of human heart or automatic rhythmicity of human heart. This automatic rhythmicity of heart is a self-initiated process. Heartbeat originates in the muscle fiber of heart itself. So, this heart is said to be myogenic in nature. ഹൃദയമിടിപ്പ് അതിൻ്റെ തന്നെ മസിൽ ഫൈബറിലാണ് ആരംഭിക്കുന്നത്. അങ്ങനെയുള്ള ഹൃദയങ്ങളെയാണ് മയോജനിക് ഹാർട്ട് എന്ന് വിളിക്കുന്നത്. Our heart is myogenic in nature. Heartbeat is the result of a wave of electrical impulse referred to as the cardiac impulse. Heartbeat is the result of a wave of electrical impulse referred to as the cardiac impulse. Now let us study about the conducting system of human heart. ഹൃദയത്തിൽ ആരംഭിക്കുന്ന ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ലെങ്കിൽ കാർഡിയാക് ഇമ്പൾസ് എപ്രകാരമാണ് ഹൃദയത്തിന്റെ മുഴുവൻ ഭാഗത്തേക്കും വ്യാപിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കാം. So let's watch a video showing the conducting system of human heart. In humans, the heartbeat is initiated by a specialized cardiac tissue called nodal tissue or sinoatrial node present in the upper region of the right auricle. Cardiac impulse originates from the SA node and so it is also called pacemaker of the heart. Cardiac impulses from the SA node spread over the wall of the auricles. There is another nodal tissue called auriculoventricular node or AV node located at the lower part of the interauricular septum. A band of specialized muscle fibers called AV bundles or bundle of His goes down from the AV node along the interventricular septum. The bundle of His branches into left and right branches. Each branch extends through the wall of the ventricle. From each bundle branch, specialized cardiac muscle fibers called Purkinje fibers arise. Cardiac impulse from the SA node is picked up by the AV node and through the bundle of His and Purkinje fibers, it reaches the muscle fibers of the ventricle. Heartbeat originates in a specialized cardiac tissue called the nodal tissue. ഹാർട്ട്ബീറ്റിന് ആവശ്യമായ ഇമ്പൾസ് ആരംഭിക്കുന്നത് ഹൃദയത്തിലെ തന്നെ ഒരു സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് ടിഷ്യൂവിലാണ്. ദിസ് ടിഷ്യൂ ഇസ് റെഫർഡ് ടു ആസ് ദ നോഡൽ ടിഷ്യൂ. ഈ ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് നോഡൽ ടിഷ്യൂ.
Now, what are the components of the conducting system of human heart? Nodal tissue consists of a contracting center and a network of conducting tissues. The contraction centers include the SA node or the sinoatrial node or SAN and atrioventricular node or AV node or AVN. Now, what is SA node or sinoatrial node? Sinoatrial node is a small, flattened, ellipsoid strip of muscle fiber located in the right upper corner of the right atrium. റൈറ്റ് ഏട്രിയത്തിൻ്റെ റൈറ്റ് അപ്പർ കോർണറിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഫ്ലാറ്റൻഡ് എലിപ്സോയിഡ് മാസ് ഓഫ് മസിൽ ഫൈബർ ആണ് സൈനോയേട്രിയൽ നോഡ് അഥവാ SA നോഡ് അഥവാ സാൻ. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം ദ സൈനോയേട്രിയൽ നോഡ്. Hence, it is also referred to as pacemaker of heart. ഹൃദയത്തിൻ്റെ പേസ്മേക്കർ എന്നറിയപ്പെടുന്ന ഭാഗമാണ് സൈനോയേട്രിയൽ നോഡ്. എന്താണ് അതിന് കാരണം? ബിക്കോസ് ഹാർട്ട് ബീറ്റ് ഒറിജിനേറ്റ്സ് ഫ്രം സൈനോയേട്രിയൽ നോഡ്. സൈനോയേട്രിയൽ നോഡിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്ന മറ്റൊരു ഗ്രൂപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്. ഏട്രിയോ വെൻട്രിക്കുലാർ സെപ്റ്റത്തിൽ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽ ഫൈബേഴ്സ് ആണ് ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് അഥവാ AV നോഡ്. ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് or AV node is a collection of muscle fibers located below the sinoatrial node at the region of the atrioventricular septum. The impulse that originates from the sinoatrial node is received by the atrioventricular node and it is carried downwards to the different parts of heart through the bundle of His. Arising from the AV node is the atrioventricular bundle or the bundle of His. It travels downwards and it forms two bundle branches. Atrioventricular bundle ആരംഭിക്കുന്നത് AV നോഡിൽ നിന്നാണ്. അത് കുറച്ച് താഴേക്ക് സഞ്ചരിച്ച ശേഷം രണ്ട് ബ്രാഞ്ചസ് ഉണ്ടാകുന്നു. ഒരു റൈറ്റ് ബണ്ടിൽ ബ്രാഞ്ചും ഒരു ലെഫ്റ്റ് ബണ്ടിൽ ബ്രാഞ്ചും. The bundle branches travel downwards and again branch and rebranch to produce Purkinje fibers which spreads all over the ventricles and transmit the impulse to different parts of the ventricles. Right bundle branchum left bundle branchum പിന്നെയും ശാഖോപശാഖകളായിട്ട് പിരിയുകയും Purkinje fibers ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഈ Purkinje fibers വെൻട്രിക്കിൾസ് മുഴുവൻ സ്പ്രെഡ് ചെയ്ത് കാണപ്പെടുന്നു. ഈ Purkinje ഫൈബേഴ്സിലൂടെയാണ് കാർഡിയാക് ഇമ്പൾസ് വെൻട്രിക്കിൾസ് മുഴുവൻ സ്പ്രെഡ് ചെയ്യുന്നത്. The impulse that originates from the sinoatrial node is transmitted to the atrioventricular node, from where it passes through the bundle of His into the right bundle branch and left bundle branch into the Purkinje fibers, thus spreading the impulse all around the heart. And this results in contraction of human heart. അങ്ങനെയാണ് human heart contract ചെയ്യുന്നത്. The movement of impulses like this from SA node to AV node to the bundle of His to the bundle branches to the Purkinje fibers. So what all things did we learn today? We studied about the structure of human heart, the valves present in human heart, the function of papillary muscles and the conducting system of human heart.
തുടർ പ്രവർത്തനങ്ങൾക്കായി ചില ചോദ്യങ്ങൾ രേഖപ്പെടുത്തിക്കൊള്ളുക. Please note down these questions. Question number 1. What is the significance of atrioventricular node and atrioventricular bundle in the functioning of heart? What is the significance of atrioventricular node and atrioventricular bundle in the functioning of heart? Second question, why do we call our heart myogenic? Why do we call our heart myogenic? Question number 3, sinoatrial node is called the pacemaker of our heart. Why? Sinoatrial node is called the pacemaker of our heart. Why? Fourth question, explain the structure of human heart. Explain the structure of human heart. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങളുടെ അധ്യാപകരുടെ സഹായത്തോടെ എഴുതേണ്ടതാണ്. ഈ പാഠത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുവാൻ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുടെ സഹായം തേടാവുന്നതാണ്. വീണ്ടും ഒരു പുതിയ ടോപ്പിക്കുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.